ഇവിടെ ബോച്ചേന്റെ പ്രശ്നത്തിന് ശേഷം ഹണി റോസിന്റെ ആദ്യത്തെ ഉദ്ഘാടനമായിരുന്നു ഇന്നലെ പാലക്കാട് വെച്ചിട്ട്. ഏതൊരു ഇലക്ട്രോണിക്സിന്റെ ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ ആരും പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എന്താ പറയുക ബോച്ചേന്റെ ആ ഒരു ഫാൻസാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ ഹണി റോസിനെതിരെ രംഗത്ത് വന്നിരുന്നു. സംഭവം എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ 10 മണിക്ക് പാലക്കാട് ഉറ്റുനോക്കുക തന്നെയാണ് ചെയ്തത്. അതായത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ്. അതായത് അവിടെ ആള് വരുവോ, ഇനി ഇവരെ കൂവിയിട്ട് ആരെങ്കിലും പറഞ്ഞു വിടുവോ എന്നൊക്കെയുള്ള ഒരു ഇതായിരുന്നു ഇന്നലെ മൊത്തത്തിൽ. പക്ഷെ ഞാൻ ഇന്നലെ കണ്ടൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജനങ്ങളൊന്നും അല്ല വന്നിരിക്കുന്നത്. അവിടെ ഏതോ സ്കൂളിൽ നിന്ന് കുറേ കുട്ടികളെ കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എങ്ങനെയാണ് കുട്ടികളെ കൊണ്ടുവന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ രക്ഷിതാക്കൾ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണോ, അത് സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് കുട്ടികളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾ അറിഞ്ഞുകൊണ്ടുള്ള പണിയാണോ? ക്ലാസ് കട്ട് ചെയ്തിട്ട് 10 മണി സമയത്ത് കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഈ സ്കൂളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് കടയും തമ്മിലുള്ള ബന്ധം എന്താണ്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി കുട്ടികളെ നേരെ വന്നതാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. പക്ഷെ എന്നാലും രക്ഷിതാക്കൾ ഇത് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. എൻ്റെ അഭിപ്രായം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബാലാവകാശ കമ്മീഷൻ വരെ ഏറ്റെടുത്തിട്ട് നോക്കണം അവിടുന്ന്. അതായത് അവരെ സ്വമേധയാ ഇത് കേസെടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാലോ, യുവജനോത്സവത്തിൽ മറ്റേ അരുൺ കുമാറും മറ്റവനും ചേർന്നിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിലെന്ന് പറഞ്ഞാൽ ആ കുട്ടിയോട് തിരിഞ്ഞു നോക്കിക്കോ ഒക്കെ പറഞ്ഞിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തതാണ്. അപ്പോൾ അവരെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് സ്വമേധയാ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടത് ആരാണ്? ഈ കുട്ടികളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? എന്തായിരുന്നു അതിൻ്റെ ഒരു സന്ദേശം? എന്ത് സന്ദേശമാണ് നൽകുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ ഹണി റോസിന് വിജയിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇനി കുട്ടികളെ കൊണ്ടുവന്നതാണോ? ഇനി ഹണി റോസിന്റെ ഉദ്ഘാടനമായതുകൊണ്ട് ഇവന്മാർ ഇനി സ്കൂളിൽ പൈസ കൊടുത്തിട്ട് കൊണ്ടുവരിച്ചതാണോ? അല്ലെങ്കിൽ ഹണി റോസിനെ കാണാൻ പോകണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് പോകാം എന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് വന്നതാണോ എന്നൊന്നും അറിയില്ല. എന്തൊക്കെ ആയാലും ശരി, അവിടെ വന്നിരിക്കുന്നത് മുഴുവൻ തന്നെ സ്കൂൾ കുട്ടികളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഹണി റോസിന്റെ ഉദ്ഘാടനം ഇനി വിജയിക്കൂലേ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, അതൊക്കെ സംശയം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോച്ചയോട് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എതിർപ്പുണ്ട്. അതായത് ബോച്ചയുടെ തഗ്ഗും ബോച്ചയുടെ ഇതൊക്കെ എല്ലാവർക്കും അരോചകത തന്നെയാണ്. അതാർക്കും ഇഷ്ടവുമല്ല. പക്ഷെ എന്നാലും ബോച്ചയോട് 1% ഇഷ്ടമുള്ള മലയാളികളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബോച്ചയുടെ ഒരു നന്മ. ആ മനുഷ്യന് എങ്ങനെയോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അയാൾ അഭിനയിക്കുന്നതാണ്, ബിസിനസ്സുകാരനാണ്, എല്ലാം അയാളുടെ സ്വർണ്ണ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്, മാങ്ങാത്തൊലിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അയാൾ 10 പേർക്ക് ഒരാൾക്കെങ്കിലും സഹായം ചെയ്യുന്നുണ്ടല്ലോ. അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് നമ്മൾ ഒരിക്കലും കുറച്ച് കാണാൻ പറ്റൂല. അപ്പോൾ ഈ എന്താ പറയേണ്ടത്, ഹണി റോസ് കാണിച്ചത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഹണി റോസിനെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പരാമർശം ഭയങ്കര വേദനിപ്പിച്ചു. ഹണി റോസ് കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരാളുടെ ഇഷ്ടം തന്നെയാണ്. ഈ ബോച്ചേനെ എല്ലാവരും വെറുക്കുന്നുണ്ടെങ്കിലും ഹണി റോസിനെ ആരും ഇഷ്ടപ്പെടുന്നുമില്ല. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. അതായത് ബോച്ചേനെ കംപ്ലൈൻറ്റ് കൊടുത്തതും കാര്യങ്ങളൊക്കെ ശരി, ഹണി റോസിനെ നമ്മൾ അനുകൂലിക്കുന്നത്. എന്നാൽ പൂർണ്ണമായിട്ടും ഹണി റോസിനെ അനുകൂലിക്കുന്നുണ്ടോ അതൊട്ട് ഇല്ലാതാനും. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഉദ്ഘാടന മാമാങ്കങ്ങളെ പാടെ ഒഴിവാക്കണം എന്ന് തന്നെയാണ് എനിക്ക് മുതലാളിമാരോട് പറയാനുള്ളത്. അതായത് നിങ്ങൾ തോന്നിയവാസം കാണിക്കരുത്. നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളെയോ ഇല്ല മറ്റുള്ളവരെയോ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യിച്ചൂടെ? നിങ്ങൾ എന്തിനാണ് ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നത്? ഞാൻ ഹണി റോസിൻ്റെ കാര്യം അല്ല പറയുന്നത്. മറ്റ് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉദ്ഘാടന മാമാങ്കം എന്നുള്ള പേരിൽ അവിടെ കാണിച്ചു കൂട്ടുന്ന ചില തോന്നിയവാസങ്ങളുണ്ട്. ഈ തോന്നിയവാസങ്ങൾക്ക് ഈ ഞരമ്പുകളെ സൂചിപ്പിക്കാനുള്ള തോന്നിയവാസം. അതായത് അവിടെ വരുന്നത് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഒരു തരം ഞരമ്പ് രോഗികളാണ്. ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാണേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിനി പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി അത് പറഞ്ഞിട്ട് ഇനി തെറ്റായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ എന്താണ് കാണേണ്ടത് എന്ന് ഈ ഞരമ്പന്മാർക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉദ്ഘാടന മാമാങ്കം നടക്കുന്നിടത്തേക്ക് ഒരുപാടെണ്ണം ഇതുപോലെ വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു മുതലാളിമാരെ, നിങ്ങൾക്ക് പൈസ കുറേ കടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ പാവപ്പെട്ട ഏതെങ്കിലും ഒരുത്തിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക. ഇല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന 10-15 ലക്ഷം ഉറുപ്പ്യക്ക് നിങ്ങളൊരു കാര്യം ചെയ്യും, അന്നത്തെ ദിവസം നിങ്ങൾ ഏതെങ്കിലും ഒരു കാറ്ററിംഗുകാരനെ വിളിച്ചിട്ട് പറയുക ഇവിടെ വരുന്ന എല്ലാവർക്കും ആഹാരം കൊടുക്കുക. അതെങ്കിലും നിങ്ങൾ ചെയ്യുക. അവിടുന്ന് എന്തിനാണ് ഇങ്ങനെ പൈസ കളയുന്നത്? അതായത് ഇതുപോലെ എന്താ പറയേണ്ടത്, ബോച്ചയോട് വരെ പറയുകയാണ്, നിങ്ങൾക്കൊന്നും ബോധമില്ല ഇങ്ങനെയൊക്കെ ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സെലിബ്രിറ്റികൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത്രയും ജനങ്ങൾ കൂടുള്ളൂ? അത് നിങ്ങളുടെ ഒരു ധാരണ മാത്രമാണ്. അതായത് നിങ്ങൾക്ക് ഉദ്ഘാടനം നിങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വരും, അതിലൊന്നും യാതൊരു ഇതുമില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെയും വിചാരം എന്താണെന്ന് വെച്ചാൽ എന്തോ നടിമാർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, ഇല്ല ഏതെങ്കിലും ഒരു നടീനെ പിടിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യിച്ചാൽ ഞങ്ങളെ കടക്ക് ഭയങ്കര ഐശ്വര്യമാണ്, ഒരു തേങ്ങാക്കൊലിയില്ല. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ
ഉദ്ഘാടന മാമാങ്കം കാണിക്കുന്ന ഒരു സ്ഥലത്തേക്കും നമ്മൾ പോകാൻ പാടില്ല. ഒരു കടയിൽ പോലും കയറിയിട്ട് ഒരു മുട്ടുസൂചി പോലും വാങ്ങിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് സമൂഹ മധ്യത്തിൽ നമ്മുടെ അമ്മ പെങ്ങന്മാരെ പോലെയുള്ള ആൾക്കാരെയൊക്കെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള സംഭവം തന്നെയാണ്, അല്ലാതെ ഒരാൾക്ക് മാത്രം ഉള്ളതൊന്നുമല്ല. പക്ഷെ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലൊക്കെയാണ് ചില ആൾക്കാരൊക്കെ നടക്കുന്നത്. പക്ഷെ ഉദ്ഘാടന മാമാങ്കം എന്ന് പറയുന്ന ഈ പേരിൽ അറിയപ്പെടുന്ന കുറേ ടീമുകളുണ്ട്. അവർ വളരെ അധികം ഞരമ്പുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ സ്കൂൾ മാഷന്മാരോടാണ്. ഇതുപോലെ കുട്ടികളെ നിങ്ങളാണ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഈ ഉദ്ഘാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങൾക്ക് എന്താണ് ഇതിൽ ലാഭം? ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിന് കുറേ ഡൊണേഷൻ കിട്ടിയിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സൗജന്യമായിട്ട് കിട്ടിയിട്ടുണ്ടാകും. അത് തന്നെയായിരിക്കും നിങ്ങളുടെ ലാഭം എന്നുള്ളതിൽ നമുക്ക് യാതൊരു തർക്കവും ഇല്ല. പക്ഷേ ഈ കുട്ടികളിൽ നിങ്ങൾ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? ഈ കുട്ടികളിൽ എന്താണ് നിങ്ങൾ പിന്നെ ഇതാ ഇന്ന പോലെ നടക്കണം, ഇങ്ങനെ നടക്കണം എന്നുള്ള തരത്തിൽ ഇതുപോലെ പിന്നെ നടക്കണം, ഇങ്ങനെ ആകണം ഒരു സ്ത്രീ എന്നൊക്കെയാണോ പറഞ്ഞു കൊടുത്തത് നമുക്കറിയില്ല. അതങ്ങനെയാണെങ്കിൽ അത് വളരെ മോശം തന്നെയാണ്. അതുകൊണ്ട് അവിടെയുള്ള രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ പിന്നെ ഉദ്ഘാടനം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി തെണ്ടിത്തരത്തിൽ നിങ്ങൾ കൂട്ടി നിൽക്കരുത്. കാരണം എന്താ വെച്ചാൽ ഇന്നലെ അവിടെ എത്ര പേര് വന്നു, എത്ര ആൾക്കാരുണ്ടായിരുന്നു, എത്രത്തോളം ജനങ്ങളുണ്ടായിരുന്നു, അവിടെ എത്രത്തോളം ഞരമ്പന്മാരുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടറിയാം. അവിടെ ഉള്ളത് എന്ന് പറയുന്നത് ഞാൻ കണ്ടപ്പോൾ മുഴുവൻ എന്ന് പറഞ്ഞ് സ്കൂൾ യൂണിഫോം ഇട്ട കുട്ടികളെയാണ് കാണുന്നത്. അപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കലാണ്. എനിക്കിനിപ്പോൾ ഹണി റോസ് പോകുന്നിടയ്ക്ക് ഒരുപാട് പേര് വന്നാലോ പോയാലോ ഇല്ലെങ്കിൽ എന്തായാലും എനിക്ക് ഒരു ഇതുമില്ല, ഒരു ചുക്കുമില്ല. ഞാൻ ഒരിക്കലും ഈ ഉദ്ഘാടന മാമാങ്കത്തെ അനുകൂലിക്കുന്നുമില്ല. അതായത് പണ്ട് ഒരാൾ ഒരു ഹോട്ടൽ തുറന്നപ്പോഴേ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അയാൾ ഉദ്ഘാടനം ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 രൂപക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടാണ്. അതായത് ഈ 2-3 ലക്ഷം രൂപ അയാൾ അന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ഈ 2-3 ലക്ഷം രൂപയാണ് ഈ ചില സിനിമാ താരങ്ങളും സീരിയൽ താരങ്ങളും ചോദിക്കുന്നത്. അവരെ കൊണ്ടുവന്നിട്ട് ഒരു നാട മുറിക്കുന്നതിലും നല്ലത് അവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് 1 രൂപക്ക് ഭക്ഷണം കൊടുത്ത അയാൾ, അതല്ലേ നല്ലത്. അപ്പോൾ അയാൾക്കൊരു നഷ്ടവുമില്ല, ഒരു കാര്യവുമില്ല. ഈ സിനിമാ താരങ്ങൾ വന്നില്ല എന്നുള്ള ചീത്തപ്പേര് മാത്രമേ ഉള്ളൂ, അത് വേണ്ടാന്നും വെച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാടുകളിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ വൃത്തികെട്ട പരിപാടികളൊക്കെ മാറ്റിയിട്ട് ഈ പിന്നെ കുറച്ച് പാവങ്ങൾക്കായാലും കുറച്ച് ആൾക്കാർക്കായാലും ഭക്ഷണമൊക്കെ കൊടുത്ത് എന്നാൽ തന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോച്ചയുടെ ആൾക്കാർ ഇന്നലെ ജയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിച്ചിട്ടുണ്ട്. അതായത് ഇനി ഹണി റോസിൻ്റെ ഭാവി എന്താകും എന്നൊന്നും പറയാൻ കഴിയില്ല. ഹണി റോസിന് ഇപ്പോൾ ഒരു ഉദ്ഘാടനം കിട്ടിയ കാര്യം ശരി തന്നെയാണ്. ഇനി അങ്ങോട്ടുള്ള ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണി റോസിന് കിട്ടുമോ എന്നൊന്നും അറിയില്ല. കാരണം ഹണി റോസിനെതിരെ നല്ല രീതിയിൽ ശക്തമായ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഹണി റോസിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച കടയിൽ ഞങ്ങൾ കയറില്ല എന്നും ചില ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ ഇനി അങ്ങോട്ട് ഹണി റോസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഭയക്കും. അവർ ബോച്ചയ്ക്കെതിരെ കേസ് കൊടുത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫാക്ടറും കൂടി ഉണ്ടാകാം, അത് തന്നെയായിരിക്കാം. പക്ഷേ അതൊരു മോശം പ്രവണതയാണെന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല. പക്ഷെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ഇനിയിപ്പോൾ അവരുടെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലും ആ സിനിമക്കെതിരെ എന്താകും എന്നൊന്നും പറയാൻ പറ്റില്ല. ഷൈം നിഗം എന്ന് പറയുന്ന ഒരുത്തൻ്റെ കഥ ഇവിടെയുണ്ട്. 3 കോടി പ്രതിഫലം വാങ്ങിച്ചവനാണ് ഇന്ന് നേരെ താഴെ വീണ് കിടക്കുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ, വരാനുണ്ട് ഇനിയും.